എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ സുഹൃത്തുക്കളോടും ഒരു കാര്യം പറയുവാനാണ്. പെട്ടെന്ന് ദൈവം എനിക്കൊരു തോട്ട് തന്നതാണ്. നമ്മുടെ സമാധാനവും നമ്മുടെ സന്തോഷവും നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യവും ദൈവത്തിൽ നിന്നുള്ളതല്ല. നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടാകട്ടെ, കുടുംബ പ്രശ്നങ്ങളാകട്ടെ, ജോലിയുടെ പ്രശ്നങ്ങളാകട്ടെ, കാര്യം അതൊന്നും ദൈവത്തിൽ നിന്നുള്ളതല്ല. അപ്പം ഇതെല്ലാം നമ്മൾ ജയിച്ച് മുന്നേറാനായിട്ട് ദൈവം തന്ന ഒരായുധമാണ് ദൈവവചനം. നമ്മൾ ആ സിറ്റുവേഷൻസിനെ പറ്റി ചിന്തിച്ച് നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന സമയങ്ങളെ നമ്മൾ നിർത്തലാക്കിയിട്ട് അങ്ങനെയുള്ള ചിന്തകൾ വരുമ്പോൾ തന്നെ ദൈവവചനം ധ്യാനിച്ച് അതിൽ നിന്ന് ജയമെടുത്താൽ നമ്മുടെ ജീവിതം ഏറ്റവും അത്ഭുതകരമായിട്ട് പോകും. സാമ്പത്തിക ബാധ്യതകളായിക്കോട്ടെ, കുടുംബത്തിലെ പ്രയാസങ്ങളായിക്കോട്ടെ, കുഞ്ഞുങ്ങളുടെ കാര്യത്തിലുള്ള പ്രയാസങ്ങളായിക്കോട്ടെ, എന്ത് തന്നെ ആയാലും നമ്മുടെ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. നമുക്ക് വേണ്ടി ജീവൻ വെച്ച ഒരു ദൈവത്തെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആ ദൈവം തന്ന വചനം നമ്മൾ ഏറ്റവും കൂടുതൽ ധ്യാനിച്ച് നമ്മൾ മുമ്പോട്ട് പോകണം. അത് നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹം തരും. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവേ, ഈ സമയത്തിനായിട്ട് ഞാൻ നന്ദി പറയുന്നു. ദൈവമേ, അങ്ങ് ഇങ്ങനെ ഒരു ചിന്ത പരിശുദ്ധാത്മാവെ അങ്ങ് തന്നതിനായിട്ട് നന്ദി. ദൈവമേ, ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളും ദൈവമേ, അവരുടെ ജീവിതത്തിലൂടെ പോകുന്ന ഓരോ സിറ്റുവേഷൻസ്, സാഹചര്യങ്ങളിൽ മനസ്സിൽ ഭാരപ്പെട്ടിരിക്കുന്നതെല്ലാം മാറ്റുവാൻ കഴിവുള്ള എൻ്റെ ദൈവത്തിൻ്റെ ശക്തി അവിടുന്ന് വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുക. നമ്മുടെ ദൈവത്തെ പോലെ വലിയൊരു ദൈവം ആരുള്ളൂ? നീ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാകുന്നു. നിന്റെ ബലത്തെ ജാതികളുടെ ഇടയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. കർത്താവേ, നീ ഞങ്ങളിൽ പ്രവർത്തിക്കുന്ന അത്ഭുതം കാരണം ജാതികൾ നിന്നെ അറിയുമെന്ന് നീ ഇടയാക്കി. നീ എൻ്റെ വചനം പറയുന്നു. കർത്താവെ, ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ്. നിന്റെ വഴി വിശുദ്ധമാണ്. ദൈവമേ, ഞങ്ങൾ ഏറ്റവും വിശുദ്ധിയിൽ ജീവിപ്പാൻ ഞങ്ങൾ ഇന്ന് പോരാടുന്ന എല്ലാ പോരാട്ടങ്ങളെയും ജയിച്ച് ദൈവത്തിൻ്റെ വചനത്താൽ എല്ലാ മേഖലകളിലും ഞങ്ങൾ കേൾക്കുന്ന, ഞാനും ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളും ജയമെടുക്കുന്നതിനായിട്ട് നന്ദി. പരിശുദ്ധാത്മാവേ, നീ വചനത്താൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ. പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. സർവ്വതും അങ്ങയുടെ നാമമഹത്വമായി മാറണം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടറിയണമേ പൊന്നു പിതാവേ. ആമേൻ.